ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും വീണ്ടും എന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട അച്ഛൻ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുമായി അല്പസമയം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10:27. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഈ വചനത്തിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഞാൻ ചിന്തിച്ചത് എന്റെ അയൽക്കാരനെയും എന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കണമെന്നാണ്. നിങ്ങൾ എന്താണ് ചിന്തിച്ചത്? ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22 യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന 2 കൽപ്പനകളുണ്ട്. ഒന്നാമത്തേത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇത് വലിയതും ഒന്നാമത്തെയുമായുള്ള കൽപ്പന. രണ്ടാമത്തേത് അതിന് സമം, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നുള്ള കൽപ്പന പഴയ നിയമത്തിൽ ലേവ്യർ 19:18 പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഒരു ന്യായശാസ്ത്രിയെ നിത്യജീവൻ അവകാശമാകുവാൻ എന്ത് ചെയ്യണം എന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചു. യേശു അവനോട്, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന് തന്നെ ഉത്തരം പറഞ്ഞു. നിത്യജീവൻ ലഭിക്കണമെങ്കിൽ നിന്നെപ്പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്ന് മനസ്സിലായല്ലോ. ന്യായശാസ്ത്രി സ്വയം നീതീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് യേശുവിനോട് ചോദിച്ചു, ആരാണ് എന്റെ അയൽക്കാരൻ? ആരാണ് എന്റെ കൂട്ടുകാരൻ? യേശു മറുപടിയായി എന്തു പറഞ്ഞു? യേശു ഉപമയിൽ കൂടെ കാര്യം പറഞ്ഞു. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്നും യെരിഹോയിലേക്ക് പോകുന്ന വഴി കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവന്റെ പണവും വസ്ത്രവും കൈക്കലാക്കി അവനെ മുറിവേൽപ്പിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു. ആ വഴിയിലൂടെ ഒരു പുരോഹിതൻ വന്നു. അവനെ കണ്ടിട്ട് കാണാതെ പോയി. ആ പിന്നീട് ഒരു ലേവ്യൻ വന്നു. അവനും അവനെ കണ്ടിട്ട് കാണാതെ പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു ശമര്യക്കാരൻ ആ വഴിയിലൂടെ കടന്നു വന്നു. അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവന്റെ അടുത്ത് ചെന്നു. അവന് എണ്ണയും വീഞ്ഞും കൊടുത്ത് അവന്റെ മുറിവുകൾ തുടച്ചു. തന്റെ കഴുതപ്പുറത്ത് കയറ്റി അവനെ വഴിയമ്പലത്തിലാക്കി. അവൻ പോകും മുമ്പേ വഴിയമ്പലക്കാരന് 2 വെള്ളിക്കാശ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെ നോക്കിക്കൊള്ളണം. അധികം പണം ചെലവായാൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാം. കൂട്ടുകാരെ, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന്റെ ഉത്തമ സുഹൃത്ത് ആരാണ്? കർണ കാണിച്ചവനാണ് ഉത്തമ സുഹൃത്ത്. കർണ കാണിക്കുന്ന ഭാഗ്യവാൻ, അവന് കർണ ലഭിക്കും. നമ്മൾ മറ്റുള്ളവരോട് കർണ കാണിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോടും കർണ കാണിക്കും. യേശു ക്രിസ്തു നമ്മെ ഈ കഥയിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന സന്ദേശം ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിക്കണമെന്നും നമ്മുടെ മുമ്പിൽ വരുന്നവരോട് കരുണ കാണിക്കണമെന്നുമാണ്. കൂട്ടുകാരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുറവുകളോട് സ്നേഹിച്ച് കരുണ കാണിക്കാനുള്ള ഹൃദയം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.